ഓക്സിജൻ എല്ലാ ഭാഗത്തും എത്തണം, പോഷകങ്ങളെത്തണം, ഹോർമോണുകളെത്തണം, വേസ്റ്റ് പ്രൊഡക്റ്റ് നീക്കം ചെയ്യണം. ഇതെല്ലാം നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ജോലിയാണ്. സർക്കുലേറ്ററി സിസ്റ്റത്തിന് ഏതെങ്കിലും ഒരു ചെറിയ അപാകത മൂലം കഴിക്കാൻ പാടില്ലാത്തൊരു എണ്ണ കഴിച്ചതുകൊണ്ട് കട്ടിപ്പൊന്ന് കൂടി, കഴിക്കാൻ പാടില്ലാത്ത എണ്ണ കഴിച്ച് ട്രാൻസ് ഫാറ്റ് എന്ന് പറയുന്ന ആ എണ്ണ എത്തുന്നത് കൊണ്ട്, ആ കൊഴുപ്പെത്തുന്നത് കൊണ്ട് രക്തത്തിൻ്റെ ഘടനയിൽ അതിൻ്റെ എന്താ പറയുക, നമ്മൾ നേർമ്മയിൽ, അതിൻ്റെ രക്തത്തിൻ്റെ സുസ്ഥിതിയിൽ ഒരു ചെറിയ വ്യത്യാസം വന്നാൽ അതിനെ നേരെയാക്കാനുള്ള കഴിവൊക്കെ ശരീരത്തിനുണ്ട്. അത് വലിച്ചു കളയാനായിട്ടൊക്കെ കഴിഞ്ഞെന്ന് വരും. പക്ഷെ നിരന്തരമാകുമ്പോൾ അല്ലെങ്കിൽ അടിക്കടിയാകുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് രക്തം കടക്കാതെ വന്നാൽ, രക്തത്തിലെ പോഷകങ്ങൾ ഓക്സിജൻ കടക്കാതെ വന്നാൽ അവിടെ മരവിപ്പും വേദനയും ഗാംഗ്രീൻ പോലുള്ള പ്രയാസങ്ങളും, അവിടെ ഒന്ന് മുറിഞ്ഞാൽ ശരീരത്തിന് പോയി മുറിവ് ഉണക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള പഴുപ്പും ജീവന് വേണ്ട പ്രവർത്തനം അവിടെ നടത്താൻ പറ്റാത്ത ഒരവസ്ഥാവിശേഷവും ഉണ്ടാക്കിയാൽ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാകുക മാത്രമല്ല, അതിനേക്കാൾ ശ്രദ്ധിക്കേണ്ടതാണ് ശരീരത്തിലെ, പ്രത്യേകിച്ച് കാലിൻ്റെ ഭാഗത്ത്. അപ്പോൾ അവിടെ വെരിക്കോസ് വെയിൻ എന്നാണ് പറയുക. അപ്പോൾ നമ്മുടെ രക്തം, ഈ സർക്കുലേറ്ററി സിസ്റ്റത്തെ നമ്മൾ വളരെ ജാഗ്രതയോടെ സംരക്ഷിക്കേണ്ട ഒരാവശ്യമുണ്ട്. അതിൽ ഈ ബ്ലഡ് വെസൽസിന് വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കുന്ന നിരവധി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ബ്ലഡ് വെസൽസിനെ ടൈറ്റൺ ചെയ്യുന്ന, ചെറുതാക്കുന്ന, മുറുക്കുന്ന ഏർപ്പാടുകളിലൊന്നാണ് പുകവലി. പുകവലിയിലെ നിക്കോട്ടിൻ മതി വാസോ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കാൻ. ഈ ആർട്ടറികളുടെ ലോലമായ ലൈനിങ് ഉണ്ട്, നമ്മുടെ ഹൃദയത്തിൻ്റെ ആർട്ടറികളുടെ ലോലമായ ലൈനിങ്, അതിൻ്റെ പ്രൊട്ടക്റ്റീവ് ലൈനിങ്. ആ ലൈനിങ്ങിനെ നേരെ കളയുന്നൊരു സാധനമാണ് നിക്കോട്ടിന് ശേഷവും പുകയിലുള്ള ബീഡി, സിഗരറ്റ്, അതിലെല്ലാമുള്ള പലതരത്തിലുള്ള രാസവിഷങ്ങൾ. എൻഡോത്തിലിയം എന്നതിന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ നമ്മുടെ രക്തക്കുഴലുകളിൽ ചെറിയ തടസ്സങ്ങളുണ്ടാക്കും, ചെറിയ മുഴകൾ പോലെ അവിടെയൊക്കെ വന്ന് കൂടിക്കഴിഞ്ഞാൽ കൊളസ്ട്രോള്, നമ്മൾ കഴിക്കുന്ന തെറ്റായ എണ്ണയും കൂടി ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട, അതും കൂടെ വന്ന് അവിടെ കൂടിക്കോളും. നമുക്ക് ഒഴുകുന്ന ഇപ്പോൾ ആമയറഞ്ചാൻ തോട്ടിൽ, തിരുവനന്തപുരത്തുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടൊരു തോടാണല്ലോ, ഒരു കുറ്റി നമ്മൾ പതുക്കെ അതിൽ കുഴിച്ചിട്ടാൽ മതി, പതുക്കെ വന്ന് ഒരു കഷ്ണം പ്ലാസ്റ്റിക് അതുമ്പോൾ പിടിക്കും, പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും കുറച്ചും കൂടെ പിടിക്കും, പിന്നെ അത് കൂടി അതവിടെ മൊത്തത്തിൽ അതിനെ ബ്ലോക്കാക്കുന്ന രീതിയിലേക്ക് എങ്ങനെ മാറുമെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമുക്കൊരു ഹാർട്ടിലൊരു ബ്ലോക്ക് ഉണ്ടായെന്ന് പറയുമ്പോൾ നമ്മളോട് ആരും പറഞ്ഞു തരുന്നില്ല എന്താണ് ഈ ബ്ലോക്ക്, എങ്ങനെയാണതുണ്ടായത്, എത്ര കാലം കൊണ്ടാണ് ഉണ്ടായത്. അത് നമ്മൾ ശ്വസിച്ച വായുവിലുള്ള, ഇപ്പോൾ നമുക്ക് ഭാഗ്യവശാൽ നമ്മുടെ വികസനം വികസിച്ച് പുകവലിക്കേണ്ട കാര്യമൊന്നുമില്ല. നേരെ തമ്പാനൂരിലൂടെ MG റോഡിൽ കൂടെ കയറി സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചു വന്നാൽ 10 സിഗരറ്റ് വലിച്ച, പോട്ടെ 4 സിഗരറ്റ് വലിച്ചതിൻ്റെ ഫലം നമുക്ക് കിട്ടും. പലതരത്തിലുള്ള ടോക്സിക് സാധനങ്ങൾ, ഗ്യാസുകളാണ് വണ്ടികളിൽ നിന്ന് വരുന്ന കാർബൺ മോണോക്സൈഡ്. അതുപോലെ വണ്ടികൾ റോഡിൽ ഉരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ടയറിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് വരുന്ന ടയർ ഡസ്റ്റ്, നമ്മൾ ഉദ്ദേശിക്കാത്തൊരു ആപത്താണ് ടയർ ഡസ്റ്റ്. 30,000-40,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഒരു കാറിൻ്റെ ടയർ തേഞ്ഞു തീരുന്നത് കൊണ്ട് മാറ്റണം. തേഞ്ഞു തീർന്നത് എവിടെയാണ് തീർന്നത്, എങ്ങോട്ടാണ് പോയത്? എത്രയോ വണ്ടികളാണ് ഓരോ നിമിഷവും കടന്നു പോകുന്നത്. ഇതിൻ്റെ എല്ലാം ടാറിൽ ഉരഞ്ഞ് ആ ടയർ തേഞ്ഞു തീരുന്നതിൻ്റെ ടയർ ഡസ്റ്റ് മുഴുവനും ആ അടുത്തുള്ള ഭാഗങ്ങളിൽ കാറ്റുകൊണ്ട് ഇങ്ങനെ വരികയാണ്. കാർബൺ മോണോക്സൈഡ്, മറ്റു തരത്തിലുള്ള വിഷങ്ങളും എല്ലാം കൂടി ചേർന്നിട്ട് വരികയാണ്. അതുപോലെ നിരവധി തരത്തിലുള്ള ഒരു വിഷവൽക്കരണത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാം തന്നെ നമ്മുടെ ശ്വാസകോശങ്ങൾക്കുണ്ടാക്കുന്ന ആഘാതം.
അതിൻ്റെ പുറത്ത് വന്നുകൂടുന്ന നമ്മുടെ സ്വയം ചെയ്യുന്ന തെറ്റുകളിലെ തകരാറുകൾ. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ റോഡിലെ മാലിന്യത്തെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. റോഡിലൂടെ നടക്കുകയാണെങ്കിൽ കാറ്റിൻ്റെ ദിശ നോക്കിയിട്ട് മാറി നടക്കാൻ പറ്റും. കഴിയുന്നത്ര റോഡിൽ ഇറങ്ങി നിൽക്കാതെ നോക്കാൻ സാധിക്കും. ഇന്നത്തെ ഒരു അത്തരത്തിലുള്ള ജാഗ്രതകൾ, ചെറിയ ചെറിയ ജാഗ്രതകളിൽ വലിയ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. തെറ്റ് ചെയ്യുന്നത് തെറ്റാണെന്നറിഞ്ഞിട്ടും തെറ്റ് ചെയ്യുന്നതും തെറ്റാണെന്നറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ട് വലിയ വ്യത്യാസങ്ങളുണ്ട്. എനിക്ക് അതൊരു പ്രീ ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഈ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയതുകൊണ്ട് എറണാകുളത്ത് ബോട്ട് ജെട്ടിയിൽ ഇറങ്ങി കോളേജിലേക്ക് 4 കിലോമീറ്റർ നടക്കണം. ഈ 4 കിലോമീറ്റർ ഞാൻ ഇറങ്ങുന്ന വഴിക്കൊക്കെ നടക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ബസ്സുകളുടെ പുക എങ്ങോട്ടാണ്, ഞാൻ നടക്കേണ്ട ഭാഗത്തെ കൂടിയാണെങ്കിൽ ഞാൻ അപ്പുറത്ത് കൂടി പോയി നടക്കാൻ തുടങ്ങുമ്പോൾ 4 കിലോമീറ്റർ നടക്കുമ്പോൾ എൻ്റെ ശ്വസനത്തിൽ എത്രയോ പുക എനിക്ക് കുറച്ചെടുക്കാൻ സാധിക്കും. അത് ഇന്നത്തെ ജീവിതത്തിൽ ഒരു ചെറിയ കാര്യമല്ല. അപ്പം ഇതുപോലുള്ള ലളിതമായ ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള ശ്രദ്ധ നമ്മൾ വളർത്താൻ തുടങ്ങണം. പരസ്പരം ഷെയർ ചെയ്യാൻ തുടങ്ങണം. ആ ഷെയറിങ്ങിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ, നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പഠിച്ചെടുക്കാൻ കഴിയാത്ത നിരവധി കാര്യങ്ങൾ ഈ ഷെയറിങ്ങിലൂടെ നമുക്ക് വന്നു കിട്ടും. അതേപോലെ തന്നെയാണ് നമ്മുടെ നിരന്തരമായ ടെൻഷൻ. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ടെൻഷൻ? എല്ലാവർക്കും ടെൻഷനാണ്. ഏറ്റവും കൂടുതൽ ടെൻഷൻ ആർക്കാണെന്നറിയാവോ? ഏറ്റവും കൂടുതൽ ടെൻഷൻ എന്താണ്? UKG പഠിക്കണ കൊച്ചു പിള്ളേർക്കാണ്. പഠിക്കടി. 1ാം സ്ഥാനത്തല്ലെങ്കിൽ ക്ലബ്ബിൽ പോയി കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്നവരുടെ മുഖത്ത് ഞാനെങ്ങനെ നോക്കും. കൊച്ചു പിള്ളേർക്ക്, സ്കൂൾ കുട്ടികൾക്കുള്ള ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ടെൻഷൻ കൊണ്ട് അവർക്ക് കുറച്ച് ടെൻഷനൊക്കെ കൊടുത്താൽ അവർ കുറച്ചും കൂടെ ശ്രമിക്കും, നന്നാകും എന്നൊക്കെയാണ് പലരുടെയും വിചാരം. പക്ഷേ ഈ ടെൻഷനിൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ശരീരത്തിലുണ്ടാവും. അതേപോലെ അഡ്രിനാലിൻ ഉണ്ടാവും. ഇത് രണ്ടും നമ്മുടെ രക്തക്കൊഴലുകളെ ചുരുക്കി പ്രധാനപ്പെട്ട അവയവങ്ങൾക്ക് രക്തം എത്തിക്കുന്നതിൽ തടസ്സമുണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ നിരന്തരമായി ടെൻഷനിലേക്ക് വരുമ്പോൾ ഒരു 10-20 കൊല്ലം പഠനത്തിൻ്റെ ടെൻഷൻ മതിയല്ലോ ഒരു കുഞ്ഞിൻ്റെ ജീവിതം നശിക്കാൻ. എന്താണ്? കുട്ടികൾക്ക് പ്രമേഹം, കുട്ടികൾക്ക് ഹൃദ്രോഗം, കുട്ടികൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു, കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, കുട്ടികൾ മയക്കുമരുന്നിന് അടിമപ്പെടുന്നു, കുട്ടികൾ കോപാക്രാന്തരാണ്, പൊട്ടിത്തെറിക്കുകയാണ് കുട്ടികൾ. കാരണം അവരൊക്കെ വലിയ ടെൻഷനിലാണ്. സ്കൂളിലെ പഠനത്തിൻ്റെ ടെൻഷൻ, വീട്ടിൽ വന്നാൽ അപ്പുറത്തെ ടെൻഷൻ, മാതാപിതാക്കളുടെ തെറ്റായ ജീവിതം കൊണ്ടുണ്ടാകുന്ന ടെൻഷൻ. അപ്പോൾ ഈ സർക്കുലേറ്ററി സിസ്റ്റം കുട്ടികളിൽ വളരെ മോശമായി വരുന്നു. കുട്ടികൾ നടക്കുന്നില്ല. വീടിൻ്റെ മുന്നിൽ നിന്ന് രാവിലെ 6:30 മണിക്ക് വരുന്ന സ്കൂൾ ബസ്സിലേക്ക് കയറ്റി വിടുകയാണ്. 6 മണിക്കാണ് കുട്ടി എഴുന്നേൽക്കുന്നത്. കുട്ടിക്ക് അപ്പിയിടുന്നതൊക്കെ വൈകിട്ടാണ്. രാവിലെയുള്ള സമയമില്ല, സ്കൂളിൽ പോകണം. ഇങ്ങനെ നമ്മുടെ കുട്ടികൾ അനുഭവിക്കുന്ന ടെൻഷൻ, അതേപോലെ നമ്മളും അനുഭവിക്കുന്ന ടെൻഷൻ, എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് ടെൻഷനിൽ നിന്ന് മോചനം? അവിടെ പുട്ടിന് പീര ഇടുന്നത് പോലെ പീരയെങ്കിലും ഇട്ട് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. കൂടിയിരുന്ന് വർത്തമാനം പറയാനും, കുടുംബാംഗങ്ങളൊന്നിച്ച് ഭക്ഷണം കഴിക്കാനും, അല്ലെങ്കിൽ നല്ലൊരു പാട്ട് കേൾക്കാനും, കരോക്കെ ഇട്ടൊന്ന് കൂടെ പാടി നോക്കാനും, കൊച്ചുകുട്ടികളുമായിട്ട് സമയം ചെലവഴിക്കാനും ഒക്കെയുള്ള നമുക്ക് സാധ്യമാകുന്ന വഴികൾ കണ്ടുപിടിക്കുകയേ നടക്കുകയുള്ളൂ. പിന്നെ ക്ലോഗേഴ്സ് ഉണ്ട്. രക്തം കട്ട പിടിപ്പിക്കുന്ന പ്രത്യേകമായ സാധനങ്ങളുണ്ട്. അതിൽ പഞ്ചസാര വളരെ പ്രത്യേകമായിട്ട് ക്ലോഗ് ചെയ്യുന്നത്, കട്ടയാക്കുന്നത്, കട്ട പിടിപ്പിക്കുന്നത് നേരിട്ട് തന്നെ പറയാവുന്നൊരു സാധനമാണ്. ഉദാഹരണമാണ് പഞ്ചസാര. അത് നമ്മൾ കരുതും നമ്മൾ പഞ്ചസാര, ബേക്കറി സാധനം, ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കുമ്പോൾ ആ മധുരം ഇങ്ങനെ ഒരു ഗ്ലൂക്കോസ് കയറി ഉന്മേഷം തരും,
പിന്നെ അങ്ങനെ ഒരു ഉന്മേഷത്തിന് കലോറി വാല്യൂ മാത്രമേ ഉള്ളൂ, ന്യൂട്രിയൻ കണ്ടൻസ് ഒന്നുമില്ല. അതൊക്കെ നമുക്കറിയാം. എന്നാലും നമുക്ക് മധുരം ഇഷ്ടമാണ്, നമ്മൾ കഴിക്കും. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു തരി പഞ്ചസാര ഉള്ളിൽ ചെന്നാൽ ആ ഒരു തരിക്കെതിരെ ശരീരം ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ശരീരം കുറേ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും, അതിനെ എതിർക്കും. അത് ഭക്ഷണമല്ല. പഞ്ചസാര കരിമ്പിൽ നിന്നുണ്ടാകുന്നതല്ലേ, അത് ശരിയാണ്. കരിമ്പിൻ്റെ നീര് വളരെ നല്ലൊരു ഭക്ഷണമാണ്. പ്രമേഹ രോഗികൾക്കും കഴിക്കാം. പ്രമേഹം പതുക്കെ മാറ്റിത്തരും. ആദ്യം ഒന്ന് ഷുഗർ കൂടുമെങ്കിലും പതുക്കെ മാറ്റിത്തരും. പക്ഷേ ഈ കരിമ്പിൻ്റെ നീരിനെ നമ്മൾ പഞ്ചസാരയാക്കി കഴിയുമ്പോൾ അതിനെ ഇങ്ങനെ അപകടകാരിയാകേണ്ട കാര്യമുണ്ടോ? എന്നാൽ പിന്നെ പഞ്ചസാരയ്ക്ക് മാത്രമല്ലല്ലോ കരിമ്പിൻ്റെ നീരിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുക, ചാരായം ഉണ്ടാക്കുന്നില്ലേ? എങ്ങനെയാണ് ചാരായം അപകടകാരിയായത്? ഇപ്പോൾ കരിമ്പിൻ്റെ നീരിൽ നിന്നുണ്ടാക്കുന്ന ചാരായം അപകടകാരിയാകുന്നത് പോലെ തന്നെയാണ് പഞ്ചസാരയും. അതേപോലെ പഞ്ചസാരയും അപകടകാരിയാകുന്നത്. ഏതൊരു ഭക്ഷണ സാധനമായാലും അത് പ്രകൃതി രൂപീകരിച്ച അതിനൊരു ഘടനാവിശേഷമുണ്ട്. പ്രകൃതി അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന ഒരു മധുരനാരങ്ങയാണെങ്കിൽ അതിൽ പ്രകൃതി നിറച്ചിരിക്കുന്ന ചില സാധനങ്ങളുണ്ട്. പ്രകൃതി ഒരു ടിഫിൻ ബോക്സ് ഉണ്ടാക്കിയതാണ്. പ്രകൃതിയുടെ ടിഫിൻ ബോക്സാണ് ചക്ക, ആപ്പിള്, മുന്തിരി, ഓറഞ്ച്, മുസമ്പി, തക്കാളി. ഇതെല്ലാം പ്രകൃതിയുടെ ടിഫിൻ ബോക്സുകളാണ്. അത് അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ ആ ടിഫിൻ ബോക്സ് അമ്മ നിറച്ചു തന്നാൽ അതിൽ അപ്പമാണെങ്കിലും പുട്ടാണെങ്കിലും വെജിറ്റബിൾ കറിയാണെങ്കിലും അതിന് സൈഡായിട്ട് വേണമെങ്കിൽ അല്പം ചെറുപയർ സാലഡുകൾ ചേർത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്നിച്ച് കഴിക്കുമ്പോഴാണ് അതിൻ്റെ മെച്ചം കിട്ടുക. അത് പക്ഷേ നമ്മുടെ ടിഫിൻ ബോക്സുകളുടെ ഈ ധാരണകളൊന്നും അതിൽ ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ടല്ല. സൗകര്യമുള്ള എന്തെങ്കിലും ഉണ്ടാക്കി എന്തെങ്കിലും കഴിക്കണ്ടേ കൊടുത്തു വിടുമെന്നുള്ളതാണ്. പക്ഷേ ശരിയായിട്ടുള്ളൊരു ടിഫിൻ ബോക്സ്, അല്ലെങ്കിൽ ലോകാരോഗ്യ സംഘടന ഒരു നേരത്തെ ഭക്ഷണം എന്തായിരിക്കണം എന്നുള്ള ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജ് കാർബോഹൈഡ്രേറ്റ്, എത്ര പെർസെൻറ്റേജ് പ്രോട്ടീൻ, എത്ര പെർസെൻറ്റേജ് ഫ്രൂട്ട്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് എത്രയാവാം, എത്ര ഫ്രൂട്ട്സ് ആവാം, എത്ര മീറ്റ് ആവാം, എത്ര ഓയിലാവാം, എത്ര നട്ട്സ് ഉണ്ടാകണം, ചാർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ വിശാലമായിട്ട് കുറച്ചുകൂടെ നോൺ വയലൻ്റായ ഒരു ജീവിതത്തെ സഹായിക്കുന്ന പ്രകൃതിയിലുള്ള സകല ജീവജാലങ്ങളെയും എന്നെപ്പോലെ തന്നെ കണ്ട് ഒരു ജീവിക്കും ഒരു പീഡ എറുമ്പിനും വരുത്താത്ത ഒരു ഡയറ്റിൻ്റെ ഭാഗത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. ആ ഒരു ഡയറ്റിൻ്റെ ഭാഗത്ത് പരമാവധി ആനന്ദവും ആരോഗ്യവും ഉന്മേഷവും ഒക്കെ നമുക്ക് നേടാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പായി നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ആ ഒരു ഡയറ്റിലേക്ക് വരുമ്പോൾ ഇതിൽ ചെറിയ ഭേദഗതികൾ നമുക്ക് വരുത്തേണ്ടതായിട്ട് വരും. കാരണം പ്രോട്ടീൻ കിട്ടാനായിട്ട് ഇറച്ചി തിന്നേണ്ട കാര്യമില്ല. കാട്ടിലെ ആനയ്ക്ക് പ്രോട്ടീൻ കിട്ടുന്നത് മറ്റൊരു ജീവിയുടെ ഇറച്ചി തിന്നിട്ടല്ല, മുട്ട തിന്നിട്ടല്ല, പാല് കുടിച്ചിട്ടല്ല ഒരു ജീവിയും വലുതായി കഴിഞ്ഞാൽ പ്രോട്ടീൻ നേടുന്നത്. അപ്പോൾ അതിന് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ ആ ഒരു തലത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ.